നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. നികേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. നികേഷ്, കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുരോഗതിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്? ഒപ്പം അപ്പുണ്ണിയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഗ്രീഷ്മ, കേസിൽ 11ാം പ്രതിയായ ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്നതിനായി ഒരു നിർണായകമായ നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ ദിലീപിന്റെയും പൾസർ സുനിയുടെയും ബന്ധം തെളിയിക്കുന്നതിനായി 2 സാക്ഷികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. CRPC 164 പ്രകാരമുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂർ കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാഡമിയിൽ വെച്ച് പൾസർ സുനിയും ദിലീപും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ കേസിലെ ഗൂഢാലോചനയിൽ ടെന്നീസ് അക്കാഡമിയിൽ ഇരുവരും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു നിർണായകമായ സ്ഥാനമാണ് ഈ കേസിനെ സംബന്ധിച്ച് ഈ ടെന്നീസ് ക്ലബിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടെന്നീസ് ക്ലബിൽ ഇരുവരും കണ്ടുമുട്ടിയതിന് തെളിവായാണ് 2 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ദിലീപിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ദിലീപിനെ ഹാജരാക്കിയത്. ഇതേ സമയം തന്നെയാണ് ഈ 2 പേരുടെയും മൊഴി പോലീസ് കാലടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. തൃശൂർ സ്വദേശികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇവർ ടെന്നീസ് അക്കാഡമിയിലെ ജീവനക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജോർജേട്ടൻ സ്പൂരം എന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ ഉള്ള ആളുകളായിരിക്കാം. ഇവർ ആരാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ സൂചനകളില്ല. 2013 മാർച്ചിനും 2016 നവംബറിനും ഇടയിൽ ആണ് ഈ കേസിലെ നിർണായകമായ ഗൂഢാലോചന നടന്നിരിക്കുന്നത്. അതായത് എറണാകുളത്തെ തോപ്പുംപടിയിലെ CIFT ജംഗ്ഷൻ, തൊടുപുഴ ശാന്തിഗിരി കോളേജിലെ ലൊക്കേഷൻ, മറ്റൊരു പ്രധാന ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ച ഒരു സ്ഥലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെന്നീസ് ക്ലബ്ബാണ്. ടെന്നീസ് ക്ലബ്ബിൽ ഇരുവരും ഉണ്ടായിരുന്നത് സംബന്ധിച്ച് ചില നിർണായകമായ രേഖകളും ഫോട്ടോകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ചിലർ ദിലീപിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. ഈ ഫോട്ടോയിൽ പൾസർ സുനിയുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടത്തിയ ഫോൺ ഡീറ്റെയിൽസ് പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചില നിർണായകമായ വിവരം ലഭിച്ചത്. ചിലർ അത്തരത്തിൽ മൊഴി നൽകുകയും ചെയ്തു. ഇരുവരും ഈ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് കൂടിക്കണ്ടിരുന്നു. അതായത് ദിലീപിന്റെ കാരവന് സമീപം വെച്ച് ഇരുവരും കൂടിക്കണ്ടിരുന്നു എന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കേസിൽ കേവലം ഇവരെ സാക്ഷി ചേർക്കുന്നതിനപ്പുറം കുറെ കൂടി ഗൗരവമായി ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ, അതായത് സാക്ഷിയെ ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. CRPC 164 പ്രകാരം മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ കേസിന്റെ വിചാരണ വേളയിൽ ഇവർക്ക് ഇത് മൊഴി തിരുത്തുക പ്രയാസമാകും, അല്ലെങ്കിൽ കൂറുമാറുക പ്രയാസമാകും. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ സമയത്ത് 164 പ്രകാരം നൽകുന്ന മൊഴിക്ക് അത്തരത്തിലുള്ള ഒരു വില ജുഡീഷ്യറി കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇന്നലെ വൈകിട്ടാണ് ഈ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ചും നാളെ ഈ കേസിൽ ദിലീപിന്റെ ഹർജി ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. സ്വാഭാവികമായും ഹർജിയെ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. സമാനമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ഹർജി എതിർത്തുകൊണ്ട് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ, അതായത് ഇതിനെ തുടർന്ന് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് ശേഷം ലഭിച്ച വിവരങ്ങൾ കൂടി ഈ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് ഡയറി വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. ഇന്നലെ അങ്കമാലി JFCM-ൽ മുദ്ര വെച്ച കവറിൽ ഈ കേസ് ഡയറി സമർപ്പിക്കുകയുണ്ടായി. ചില സാഹചര്യങ്ങളിൽ ഹൈക്കോടതി ഈ കേസ് ഡയറി വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ ലഭിച്ച ഈ ദിലീപിനെ കസ്റ്റഡിയിൽ ലഭിച്ച വിവരങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷം ദിലീപിൽ നിന്ന് ചോദ്യം ചെയ്ത വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാകും പോലീസ് സമർപ്പിക്കുക. അതായത് ദിലീപിന്റെ ജാമ്യ ഹർജി കോടതിയിൽ വരുമ്പോൾ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള ഒരു നടപടിക്രമമായി കൂടി നമുക്ക് ഇതിനെ വിലയിരുത്താവുന്നതാണ്. ഗിരീഷ്മ.
നികേഷ്, ഒപ്പം തന്നെ അപ്പുണ്ണി എവിടെയാണെന്നുള്ള വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന് ഭയന്നുകൊണ്ടാണ് ഒരുപക്ഷെ അപ്പുണ്ണി ഒളിവിൽ പോയതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ ഇത് കേസിൽ ദിലീപിന് തിരിച്ചടിയാവില്ലേ അപ്പുണ്ണിയെ ഇപ്പോൾ കിട്ടാത്തത്? ഈ കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട ഒരു പേരാണ് സുനിൽ രാജ് എന്ന അപ്പുണ്ണിയുടെ പേര്. പോലീസിന് ലഭിച്ച വിവരപ്രകാരം ഈ കേസിലെ ഗൂഢാലോചനയിൽ, അതായത് നടിയെ ആക്രമിക്കുന്ന സംഭവത്തിലെ ഗൂഢാലോചനയിൽ അപ്പുണ്ണിക്ക് പങ്കില്ലെങ്കിലും അതിനെ തുടർന്ന് ഈ കേസിൽ പ്രതികളെ സംരക്ഷിക്കാനും കുറ്റകൃത്യം മറച്ചുവെക്കാനും അപ്പുണ്ണിയുടെ ഭാഗത്തു നിന്ന് ചില നിർണായകമായ നീക്കങ്ങളുണ്ടായി. അപ്പുണ്ണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ കേസിലെ രണ്ടാം ഘട്ടത്തിലെ അന്വേഷണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദിലീപിനും പൾസർ സുനിക്കും ഇടയിൽ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ച ഒരാളാണ് അപ്പുണ്ണി എന്ന് പോലീസിന് കൃത്യമായ വിവരമുണ്ട്. ചില ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പുണ്ണിയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. ഈ വിവരം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പുണ്ണി നാടുവിടുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അപ്പുണ്ണിയെ കണ്ടുകിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പുണ്ണിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ദിലീപിന് ഒപ്പം ഇരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദിലീപിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്പുണ്ണി ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് നാടുവിട്ടു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ അപ്പുണ്ണിക്കായി പോലീസ് വ്യാപകമായി വല വിരിച്ചിട്ടുണ്ട്. അപ്പുണ്ണിയെ അറസ്റ്റിലാവുകയാണെങ്കിൽ, അല്ലെ അപ്പുണ്ണി കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഈ കേസിൽ ഒരു നിർണായകമായ ഘടകമായി മാറും. അതോടൊപ്പം തന്നെ പ്രതീഷ് ചാക്കോ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായിരുന്നു പ്രതീഷ് ചാക്കോ ഒരു അഭിഭാഷകൻ എന്നതിനപ്പുറം ഈ പ്രതികൾക്ക് ചില വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുമ്പാകെ പ്രതീഷ് ചാക്കോയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്ക് ചില പരിരക്ഷകളുണ്ട്, അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ പ്രതീഷ് ചാക്കോ സമീപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യ ഹർജിയും പ്രതീഷ് ചാക്കോ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച പ്രതീഷ് ചാക്കോയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ അതിനുശേഷം പ്രതീഷ് ചാക്കോയെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രീഷ്മ. വ്യക്തമാണ്. നികേഷ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപിന്റെ ഡി സിനിമാസിനെതിരെ റവന്യൂ അന്വേഷണം. ഡി സിനിമാസ് ചാലക്കുടിയിൽ റവന്യൂ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് പരാതി. വ്യാജ ആധാരം സൃഷ്ടിച്ചതായും പരാതിയുണ്ട്. അന്വേഷണത്തിന് ജില്ലാ കളക്ടറെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തി. ചാലക്കുടി പുഴയോട് ചേർന്നാണ് ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസ് തിയേറ്റർ കോംപ്ലക്സ്. ഒരേക്കർ സ്ഥലത്താണ് മൾട്ടിപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം സർക്കാർ പുറമ്പോക്കായിരുന്നുവെന്നും വ്യാജ ആധാരം ചമച്ച് തട്ടിയെടുക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൃശൂർ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണ ചുമതല. വ്യാജ ആധാരങ്ങൾ ചമച്ച് ഭൂമി കൈവശപ്പെടുത്തിയെന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം നടപടി തുടങ്ങിയെങ്കിലും ഒരു ഉന്നതന്റെ ഇടപെടലിലൂടെ അത് തടഞ്ഞുവെന്നും ആക്ഷേപമുയർന്നിരുന്നു. എത്രയും വേഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദിലീപ് 50-ലധികം ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു. ഇതിൽ പലതും യഥാർത്ഥ ഭൂമിവിലയേക്കാൾ കുറച്ചാണ് ആധാരം നടത്തിയതെന്നും സൂചനയുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഡി സിനിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടും ആരോപണമുയർന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസ് നിർണായക ഘട്ടത്തിലാണെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. ഉചിതമായ സമയത്ത് എല്ലാം പറയും. സെൻകുമാറിനെതിരെ കേസെടുത്തത് ക്രൈംബ്രാഞ്ചാണ്, ബ്രാഞ്ച് പറയുമെന്നും ഡിജിപി ലോക്നാഥ് ബെഹ്റ പ്രതികരിച്ചു. Our investigation is going on. Let the investigation come to a particular stage. I will speak to you. That I do not. I was not there. That case I have given it to the crime branch. A crime branch കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല. കാരണം that is the most professional agency. അവർ എടുത്തിട്ട് നോക്കാം. സോനി മുൻപും കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ഒരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഒരു യുവനടിയാണ് 2 വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇരയായത്. സംഭവത്തിന് ശേഷം നടി സിനിമാ രംഗത്ത് സജീവമല്ലാതായി. സാലി മുഹമ്മദ് ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. സാലി, സിനിമാ മേഖലയിലുള്ള പലർക്കും പൾസർ സുനി അപരിചിതനല്ലായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ വാർത്ത. ഈ നിർമ്മാതാവ് നൽകിയ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഗ്രീഷ്മ, ഈ പുതിയ സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ള
ഒട്ടനവധി പേരിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല, സിനിമാ മേഖലയിലുള്ള പലരും സ്വമേധയാ തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ, സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ ഉൾപ്പെടെ പോലീസിനെ അറിയിക്കാൻ തയ്യാറായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം പോലീസിന് ലഭിക്കുന്നത്, ഒരു വിവരം ലഭിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഒരു 2 വർഷം മുമ്പ് പൾസർ സുനി സമാനമായ രീതിയിൽ ഒരു കൊട്ടേഷൻ നടപ്പാക്കിയിരുന്നു എന്നുള്ളതാണ്. അന്ന് ആ കൊട്ടേഷൻ ഇരയായത് യഥാർത്ഥത്തിൽ കൊട്ടേഷൻ മാനഭംഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ നടന്നതിന് സമാനമായ ഒരു സംഭവം. അന്ന് ഈ കൃത്യം നടത്തിയത് ഒരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, അന്ന് ഇരയായത് പ്രമുഖയായിരുന്ന, അന്ന് സജീവമായിരുന്ന ഒരു നടിയാണ്. ഈ സംഭവത്തിന് ശേഷം നടി സിനിമാ മേഖലയിൽ നിന്ന് സജീവമല്ലാതായി എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും അന്ന് സിനിമാ മേഖലയിലെ ആഭ്യന്തര വൃത്തങ്ങളിൽ ഉള്ളിൽ ഇത് ചർച്ചയാവുകയും പലതരത്തിൽ വിമർശനങ്ങൾക്കിടയാകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ നടി അന്ന് പോലീസിന് പരാതി നൽകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമ നടപടികളിലേക്ക് നീങ്ങാനോ തയ്യാറാവാതിരുന്നതിനെ തുടർന്ന് അവർ സ്വയം ഒതുങ്ങി മാറുകയാണ് ഉണ്ടായത്. അവർ നിയമ നടപടിയിലേക്ക് കടക്കാതിരുന്നതിനെ തുടർന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടി കാണിച്ച ചങ്കൂറ്റവും ആർജവും അന്ന് ആ നടി പ്രകടിപ്പിക്കാതിരുന്നത് കൊണ്ട് ഈ കേസ് ആരെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. ഇരയാക്കപ്പെട്ട നടി ഇരയായി സിനിമാ മേഖലയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ സംഭവമാണ് ഇപ്പോൾ വീണ്ടും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ദിലീപിന് വേണ്ടി സജീവമായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് ഇത്തരം ഒരു കൊട്ടേഷൻ എന്ന് നൽകിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും പോലീസിന് കൈമാറിയിരിക്കുന്ന വിവരവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രസ്തുത നടിയെ പോലീസ് ഇതിനകം തന്നെ സമീപിച്ചിട്ടുണ്ട്. നടി ഭാഗികമായെങ്കിലും അന്വേഷണത്തോട് സഹകരിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതിയോ മൊഴിയോ നൽകാൻ ഈ പ്രസ്തുത നടി തയ്യാറായാൽ അത് വലിയൊരു അന്വേഷണത്തിലേക്കായിരിക്കും കാര്യങ്ങളെത്തുക. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം നടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നടി സഹകരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം ലഭിച്ചിട്ടുണ്ട് പോലീസിന്. പക്ഷേ ഈ നടിയിൽ നിന്നൊരു മൊഴി രേഖപ്പെടുത്താനും മറ്റൊരു FIR ഇടാനും ഒക്കെ സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വലിയ മാനഭംഗ കൊട്ടേഷൻ്റെ കഥ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും, നമ്മൾ വാർത്തയാക്കേണ്ടി വരും, നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഈ നിർമ്മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിർമ്മാതാവ് ഇപ്പോൾ സജീവമാണ്. ഇപ്പോൾ ദിലീപിനെതിരെ ഉയർന്ന പരാതികളിൽ ദിലീപിനായി പരസ്യമായി രംഗത്തെത്തിയ അപൂർവം പേരിലൊരാളാണ് അദ്ദേഹം. അയാളെക്കുറിച്ച് മുമ്പും ചില സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരാൾക്കെതിരെ ഉയർന്ന ഒരു പരാതി പോലീസ് ഗൗരവമായി തന്നെ കാണുന്നു. ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, സിനിമയിലെ വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, ഇപ്പോൾ നടന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല, അനവധിയായ സംഭവങ്ങൾ, ചെറുതും വലുതുമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാവുന്നത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പോലീസിനെ അറിയിക്കുക, അത് DGP വഴിയാണെങ്കിലും താഴെ തട്ടിലേക്കാണെങ്കിലും അറിയിക്കുക, അതിന്മേൽ അന്വേഷണം നടന്നിരിക്കും. നിങ്ങൾ അനൗപചാരികമോ അനൗദ്യോഗികമായി കൈമാറുന്ന വിവരങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതിനെതിരെ നിങ്ങൾ രംഗത്തെത്തിയാൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും എന്ത് നടപടികൾക്കും സർക്കാരും പോലീസും തയ്യാറാണ് എന്ന സന്ദേശം മുഖ്യമന്ത്രി കൈമാറിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തകർക്കൊക്കെ ഒരു ആർജവും ഊർജവും ലഭിച്ചത് എന്ന് പറയുന്നു അവർ. അങ്ങനെയാണ് സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഏതായാലും അന്ന് ആക്രമണത്തിനിരയായ നടി, 2 വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിൽ അന്ന് ആക്രമണത്തിനിരയായ നടി പിന്നീട് സിനിമയിൽ സജീവമല്ലാതായി മാറുകയായിരുന്നു. ഏതായാലും നമുക്കറിയാം, ഈ നിർമ്മാതാവിൻ്റെയോ ഒന്നും പേര് ഇപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കൈമാറാൻ കഴിയും എന്ന് തന്നെയാണ് സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഈ സിനിമാ മേഖലയിലെ പലർക്കും ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ നടിക്കെതിരെ ഒരു കൊട്ടേഷൻ നൽകിയതായി വ്യക്തമായ അറിവുണ്ടായിരുന്നു. അത് സിനിമാ മേഖലയിൽ തന്നെ ഒതുക്കി തീർക്കുകയായിരുന്നു അവർ ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൊട്ടേഷൻ നൽകിയെന്ന് മാത്രമല്ല, കൊട്ടേഷൻ നടപ്പിലാക്കി ആ നടിയുടെ സിനിമാ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്ന തരത്തിലേക്ക് ആ കൊട്ടേഷൻ മാറി. അവർ മാനസികമായും തൊഴിൽപരമായും എല്ലാം തകർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും നടി അത്രയൊന്നും സജീവമല്ലാതെ തന്നെ, ഇപ്പം സിനിമാ മേഖലയിൽ സജീവമല്ലാതെ തന്നെ ഉണ്ട്. പക്ഷേ അന്ന് ഈ വിവരമറിഞ്ഞവരോ പോലീസിനെ അറിയിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനോ ഒന്നും തയ്യാറായില്ല.
ഈ നടിയും അതിനോട് സഹകരിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം 2 വർഷത്തിന് ശേഷം സമാനമായ സംഭവം പൾസർ സുനി തന്നെ ചെയ്തപ്പോൾ ഈ രണ്ടാമത്തെ സംഭവത്തിലെ നടി വളരെ ആർജവത്തോടുകൂടി തനിക്ക് നേരിട്ട അനുഭവം പോലീസിനോട്, അന്വേഷണ സംഘത്തോട് തുറന്നു പറയാൻ, പരാതിയായി നൽകാൻ, നിയമ പോരാട്ടത്തിൻ്റെ വഴികളിലൂടെ ആർജവത്തോടെ സഞ്ചരിക്കാൻ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമായി നമ്മൾ ഇപ്പോൾ പഴയ കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഈ നടി കാണിച്ച ആർജവവും അന്ന് ആ ആദ്യ സംഭവത്തിലെ നടി കാണിച്ചിരുന്നുവെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. മാത്രമല്ല, ഈ പൾസർ സുനിയെ സംബന്ധിച്ച് മുമ്പും ചില പരാതികൾ ഉയർന്നിട്ട് നമുക്കറിയാം. പ്രശസ്തനായ ഒരു നിർമ്മാതാവിൻ്റെ നടിയായ ഭാര്യയ്ക്ക് അത്തരമൊരു അനുഭവം ഉണ്ടായി. നിർമ്മാതാവ് സുരേഷ് കുമാർ അക്കാര്യം ചാനൽ ചർച്ചകളിൽ കൃത്യമായി വളരെ വ്യക്തമായി പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് ഒന്നും ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹം കൃത്യമായി ചാനൽ ചർച്ചകളിൽ അന്നുണ്ടായ സംഭവം കൃത്യമായി വിശദീകരിച്ചിരുന്നു. ആ കേസിലെ പ്രതിയും പൾസർ സുനി തന്നെയാണ്. പക്ഷേ പോലീസ് പിന്നീട് കേസുമായി മുന്നോട്ട് പോവുകയും പരാതി നൽകാൻ തയ്യാറായെങ്കിലും കാര്യമായൊരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായില്ല എന്നുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ പൾസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടത്തിയ കുറ്റകൃത്യം ആദ്യത്തേതല്ല, ഇത് ഇയാളുടെ സ്ഥിരം പണിയാണ്. മാത്രവുമല്ല, മുൻപ് നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു, ഇനിയും പുറത്തു വരാനുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സിനിമാ മേഖലയിലെ പിന്നാമ്പുറ കഥകൾ, അതിലെ അനാശാസ്യ പ്രവണതകൾ, കൊട്ടേഷൻ, സാമ്പത്തിക ഇടപാട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായൊരു അന്വേഷണത്തിന് പോലീസ് ഏതായാലും തയ്യാറെടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിലെ വനിതാ കൂട്ടായ്മ മുഖ്യമന്ത്രിയോട് പറഞ്ഞ പരാതിയിലെ വാചകങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കണം എന്ന തീരുമാനം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന് പരാതി ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അതായത് പരാതി നൽകിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം ചെയ്ത ഒരാളെ സജീവമായി വീണ്ടും സിനിമാ രംഗത്ത് തന്നെ തുടരാൻ ഇവർ തന്നെ അനുവദിച്ചിരിക്കുന്നു. വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. തീർച്ചയായും. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മുമ്പും സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സിനിമയിലെ പ്രമുഖർക്കടക്കം ഇത്തരം വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സിനിമാ മേഖലയിൽ നിന്നുള്ള സംഘടനകളോ ഒന്നും ഇത്തരം ക്രിമിനലുകളെ സിനിമയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനോ അവരുടെ സഹായമില്ലാതെ സിനിമാ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ തുനിഞ്ഞില്ല, ശ്രമിച്ചില്ല എന്ന നിരാശാജനകമായ ഒരു കാര്യം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ആവർത്തിച്ചത്. നമ്മൾ ഇപ്പോൾ പുറത്തു വന്ന ഇപ്പോൾ അന്വേഷണം നടക്കുന്ന നടിയുടെ സംഭവത്തിലും ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്തയുടെ പിന്നിലും അതിനും അപ്പുറം കാര്യങ്ങൾ ഉണ്ടാവാം. ഒരു പക്ഷേ സമാനമായ സംഭവങ്ങൾ മുമ്പും ആവർത്തിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ വിശദമായി ഇത്തരം കാര്യങ്ങളിലൊരു അന്വേഷണം വേണം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പരാതി ലഭിക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഇരയായവർ മൊഴി നൽകാൻ തയ്യാറാകുന്ന മുറയ്ക്ക് അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ക്രിമിനോളജിസ്റ്റ് ജെയിംസ് വടക്കുംചേരി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജെയിംസ് വടക്കുംചേരി, ഇത്തരത്തിൽ നിർമ്മാതാവിന്റേതായ ഒരു കൊട്ടേഷൻ നേരത്തെയും പൾസർ സുനി ഏറ്റെടുത്തിരുന്നു, അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സിനിമാ മേഖലയിൽ ഇത് പലർക്കും അറിയായിരുന്നു, അവർ ഇതാരും പുറത്തു പറഞ്ഞിട്ടുമില്ല. വീണ്ടും സമാനമായ സംഭവങ്ങൾ സിനിമയിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? നേരത്തെ പൾസർ സുനി അത്തരത്തിലുള്ളതായ ഒരു കൊട്ടേഷൻ ഇടപാടിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പൾസർ സുനിയെ ഇത്തരത്തിലുള്ളതായ കുറ്റത്തിന് ശിക്ഷിക്കാൻ സഹായകരമായ ഒരു തെളിവായിട്ട് മാറുന്നത്. പക്ഷേ എനിക്കുള്ളതായി ഇപ്പോഴുള്ളത് ഈ ക്രിമിനൽ ഗൂഢാലോചനയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തരത്തില് അത് എത്രമാത്രം, അതായത് ദിലീപുമായിട്ട് ബന്ധിപ്പിക്കാൻ ആ സംഭവം എത്രമാത്രം സഹായകമാകുമെന്നുള്ള കാര്യത്തെ പറ്റി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുകയില്ല. പക്ഷെ പൾസർ സുനി ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും അയാൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ തെളിയിക്കുന്നത് തീർച്ചയായിട്ടും അയാളുടെ ശിക്ഷയ്ക്ക്, അയാളെ ശിക്ഷിക്കാനായിട്ടുള്ളതായ നല്ല വഴി ഒരുക്കും. പക്ഷേ ഗൂഢാലോചനയ്ക്ക് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളതിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല ദിലീപുമായിട്ട്. പക്ഷെ അയാൾ ഈ പൾസർ സുനി ചെയ്തവരാണ് തെളിയിക്കാൻ പറ്റും. ഈ പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം ദിലീപ് മനസ്സിലാക്കുന്നത് ഈ നിർമ്മാതാവിൽ നിന്ന് തന്നെയാണെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കേസിനെ എങ്ങനെ ബാധിക്കും? കേസിനെ ബാധിക്കാന്ന് വെച്ചാൽ പൾസർ സുനിയിൽ കുറ്റം ആരോപിച്ച് പൾസർ സുനിയെ ശിക്ഷിക്കാനായിട്ട് ഒരു കുറ്റപത്രം കൊടുത്തിട്ടുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കുകയാണെന്നുള്ളത്. ആ കുറ്റപത്രം നേരത്തെ കൊടുത്ത കുറ്റപത്രം ഒന്നും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് തെളിയിക്കാനായിട്ട് സാധിക്കും. ഇത് ഇല്ലാതെ തന്നെയോ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ കുറ്റപത്രം ഒരുവിധം
നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതില്ലെങ്കിൽ പോലും പൾസർ ശിക്ഷിക്കാനായിട്ടുള്ള വകുപ്പ് അവിടെ ഉണ്ട് എന്നാണ്. ഇത് വരുമ്പോൾ അത് കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതൊക്കെ എങ്ങനെ ഗൂഢാലോചന ഈ ദിലീപുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അത് എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോൾ പറയാം. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവം സിനിമാ മേഖലയിൽ പലർക്കും അറിയാവുന്നതായിരുന്നു. അതുപോലെ ഒരു നിർമ്മാതാവിന്റെ നടിയായ ഭാര്യ അവരെ പൾസർ സുനി ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം, ഇതൊക്കെ സിനിമാ മേഖലയിൽ പലർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷെ അവർ പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ അറിയില്ല എന്ന ദിലീപിന്റെ ഒരു വാദം ഇവിടെ പൊളിയുകയല്ലേ? സിനിമയിൽ അത്രയും സജീവമായ ഒരാൾക്ക് ഈ സംഭവങ്ങളൊന്നും അറിയാതെ പോയി എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ദിലീപിന്റെ നാളിത് വരെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ദിലീപിന്റേതായ ഒരു ശവക്കുഴി തോണ്ടിയത് ആ സ്റ്റേറ്റ്മെന്റാണ്. എനിക്ക് പൾസർ സുനി അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കൂട്ടുകാരുമായിട്ട് ഒക്കെ കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഗോവയിലെ ആ സംഭവം അത് വാസ്തവത്തില് അത് വിശ്വസിക്കാൻ അന്നും പലർക്കും കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. അത് ആ ഒരു സെന്റൻസ് ആണ് ഈ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് ഏറ്റവും അധികം ഉപദ്രവം ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ദിലീപിനെ അറിയാം. പൾസർ സുനിയുമായിട്ട് നേരത്തെ മുതൽ ദിലീപിന് ഈ മേഖലയിൽ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. മുകേഷും ദിലീപും തമ്മിലൊക്കെ നല്ല ബന്ധമുണ്ട്. മുകേഷ് ഏൽപ്പിച്ചുകൊണ്ട് അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ആ സെന്റൻസ്, അതായത് എനിക്ക് യാതൊരു പരിചയം, കൂട്ടുകാർ നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ ആ സെന്റൻസ് തീർച്ചയായിട്ടും അതിന് കയറിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദിലീപിന് പറഞ്ഞതായ ആ സംഗതി തീർച്ചയായിട്ടും ശരിയല്ല എന്ന് തെളിയിക്കാനായിട്ട് ഈ സംഭവങ്ങളൊക്കെ സഹായിക്കും. പക്ഷെ എന്നാൽ പോലും ജെയിംസ് വടക്കഞ്ചേരി പ്രതികരിച്ചതിന് ഇപ്പോൾ സാലി മുഹമ്മദിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ്. സാലി, ഇത്തരത്തിൽ നിർമ്മാതാവ് നടിക്കെതിരെ ഒരു കൊട്ടേഷൻ നൽകാൻ അന്ന് ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കൊട്ടേഷൻ നൽകാനുള്ള കാരണം എന്താണെന്ന തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഗ്രീഷ്മ, അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അതിനിരയായത് ഇങ്ങനെ ഒരു നടിയാണ്. അതായത് ലോഹി സിനിമയിലൂടെ നായിക പദവിയിലെത്തി മലയാളിയുടെ പ്രിയങ്കരിയായി നടിയായി മാറി ഇപ്പോൾ സജീവമല്ലാത്ത ഒരു യുവനടി എന്ന് വിശേഷിപ്പിക്കാമെന്നല്ലാതെ അതിൻ്റെ എന്താണ് അത്തരമൊരു കാരണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ആ സംഭവത്തിൻ്റെ മോട്ടീവ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതിന് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നിഗമനം. ഇനി പോലീസിന് അതിൻ്റെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പക്ഷേ പോലീസ് കൈമാറുന്ന വിവരം ഇതുവരെ ഇങ്ങനെയാണ്. സമാനമായ സംഭവം 2 വർഷം മുമ്പ് നടന്നിട്ടുണ്ട്. ഇരയായത് ഇങ്ങനെ ഒരു നടിയാണ്. നടപ്പാക്കാൻ കൊട്ടേഷൻ നൽകിയത് ഇങ്ങനെ ഒരു തിരക്കഥ നിർമ്മാതാവാണ്. ആ നിർമ്മാതാവ് ഇപ്പോൾ ദിലീപിനായി സജീവമായി രംഗത്തുണ്ട്. ഈ പൾസർ സുനിയെ ദിലീപിന് പരിചയപ്പെടുത്തിയത് ഈ നിർമ്മാതാവാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ മുമ്പ് നടന്ന സംഭവം ദിലീപിന് ഒക്കെ അറിയാം. നിർമ്മാതാവും ഈ സംഭവങ്ങളൊക്കെ സിനിമാ മേഖലയിൽ സജീവമായതാണ്. ഇവർക്കെല്ലാം അറിയാമായിരുന്ന ഒരു സംഭവം എന്ന് വ്യക്തമാവുകയാണ്. ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരൂ. സംഭവം നടന്നതാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് പോലീസ്. അതിന് നിയമപരമായി ചില പ്രശ്നങ്ങളുള്ളത്. മുൻപും കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ് ഒരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു കൊട്ടേഷൻ ഏറ്റെടുത്തത്. ഒരു യുവനടിയാണ് 2 വർഷം മുൻപ് നടന്ന സംഭവത്തിന് ഇരയായത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഡേവിസ് തെക്കേക്കര നിര്യാതനായി. അബുദാബിയിൽ ജോലി സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡേവിസ് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഡേവിസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി, മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവർ അനുശോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ ശ്രദ്ധേയനായ സഖാവ് ഡേവിസ് തെക്കേക്കരുടെ അകാല വിയോഗം അത്യധികം വ്യസനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലിലുള്ള മൃതദേഹം നാളെ നാട്ടിലെത്തി.